വ്യാപരിക്കുവാനും വേണ്ടി ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കൺവെൻഷൻ രണ്ടാമത്തെ ദിവസമായി ഇന്നലെ നമ്മുടെ വിളിയെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെ കുറിച്ചുമാണ് നാം മനസ്സിലാക്കിയത്. നമുക്കൊരു വിളിയുണ്ട്, നമുക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. യേശുക്രിസ്തുവാകുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുവാനുള്ള വിളിയും തെരഞ്ഞെടുപ്പുമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തില് എല്ലാ സഭാവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഉണർവിന്റെ അനുഭവങ്ങൾ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പള്ളിയിൽ വന്നാൽ സംഗതിയിൽ ഉണർവില്ല, പ്രാർത്ഥനകളിൽ ചെന്നാൽ ഒരു ഉണർവില്ല. ഉണർവ് പ്രാർത്ഥനകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. മനുഷ്യനെ ഒന്ന് ഉണർത്താൻ വേണ്ടി സത്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. വലിയ ബോധകൾ, വലിയ ആംബിളിഫയറുകൾ, പിന്നെ വലിയ പാഠപുസ്തകങ്ങൾ, കീർത്തന പുസ്തകങ്ങൾ, ഏതെല്ലാം ടൈപ്പിലും രൂപത്തിലും ഭാവത്തിലുമാണ്. കീർത്തന പുസ്തകങ്ങളിലെ കീർത്തനങ്ങൾ നമ്മൾ വെച്ച് കീറുന്നു. എന്നിട്ടും സമൂഹ മധ്യത്തിൽ വ്യക്തിഗത ജീവിതത്തിൽ ഉണർവിന്റെ അനുഭവങ്ങൾ പലപ്പോഴും ലഭിക്കുന്നില്ല എന്നത് ഒരു സത്യമാണ്. നാം ഇന്നലെ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. അവസാനം, പ്രസംഗത്തിന്റെ അവസാനം ആരാണ് ഓർക്കുന്നുണ്ടോ? ഇന്നലെ പ്രസംഗം കേട്ടു, മറന്നു. പുതിയത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ഇന്നലെ അവസാനിക്കുമ്പോൾ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പ്രസംഗം അവസാനിപ്പിച്ചത്. ആരെയാണ്? യോനാ പ്രവാചകനെ. യോനാ പ്രവാചകനെ ദൈവം അയച്ചത് നിലവിലിരിക്കുകയാണ്. യോന പോയപ്പെട്ട തർശീശിലേക്കാണ്. പോയ കപ്പലിൽ യോന വണ്ടിക്കൂലി കൊടുത്ത് ടിക്കറ്റ് എടുത്താണ് കയറിയത്. പക്ഷേ യോന പോയ വാഹനത്തിൽ, യോന പോയ കപ്പലിൽ സത്യത്തിൽ യോന എപ്പോഴും ഉറക്കത്തിലായി. യോന എപ്പോഴും ഉറക്കത്തിലായി. അവന്റെ കപ്പല് മറിയാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് അവിടെ. എന്തെങ്കിലും യോനായി മാത്രം വരാൻ പറ്റും. ചുറ്റുപാടുള്ള എല്ലാ മനുഷ്യരും വിജാതിയായിട്ടുള്ള എല്ലാവരും ഉണർന്നു. അവർ തങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ വിളിച്ചു. പക്ഷേ യോനായി മാത്രം ഉണരാൻ പറ്റുന്നില്ല. കാരണം എന്താ? യോനായി ഒരു കാലത്ത് ഉണരാനാവില്ല. കാരണം യോന ഉണരാൻ പാടില്ല. യോന ഉണർന്നാൽ അവൻ ചില സത്യങ്ങൾ മനസ്സിലാക്കി. യോന ഉണർന്നാൽ അവൻ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പോകേണ്ടത് ഈ കപ്പലിലല്ല, ഞാൻ പോകേണ്ടത് ഈ വഴിയിലൂടെ. അതുകൊണ്ട് യോന ഉണർന്നാൽ യോന എന്ത് ചെയ്യേണ്ടി വരും? വഴി മാറി യാത്ര ചെയ്യും. ജീവിതത്തിന്റെ വഴിതാരിയിൽ നിന്ന്, വഴിതെറ്റിയ ജീവിതത്തിൽ നിന്ന് ശരിയായ വഴിയിലൂടെ, ദൈവം പറഞ്ഞ വചനത്തിന്റെ വഴിയിലൂടെ നടക്കേണ്ടി വരും. അതുകൊണ്ട് യോന ഉണരാൻ തയ്യാറാണ്. ഒരു ശരാശരി ക്രിസ്ത്യാനിയുടെ, പ്രത്യേകിച്ച് ഒരു ശരാശരി, ഞാൻ എപ്പോഴും പറയുമ്പോൾ യാക്കോബക്കാരെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. നമ്മുടെ ആളുകളാണ് വേറെ കുറിച്ചും പറയാൻ നമ്മൾ അവരെ. ഒരു ശരാശരി യാക്കോബക്കാരന് ഉണരാനാവില്ല. കാരണം ഉണർന്നാൽ അവന്റെ ജീവിതത്തിന്റെ വഴി മാറി യാത്ര ചെയ്യേണ്ടി വരും. പലതും അവൻ നഷ്ടപ്പെടുത്തേണ്ടി വരും. ഇതാ പലതും ഉപേക്ഷിക്കേണ്ടി വരും. പുതിയത് പലതും സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് യോന ഉറക്കം നടിക്കുക. യോന ഉറക്കം നടിക്കുക. എന്നാലും സാഹചര്യങ്ങൾ അവനെ എഴുന്നേൽപ്പിച്ചു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ യോന
എഴുന്നേറ്റ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ വെള്ളത്തിൽ വീണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ യോന നിലവിളിയുടെ തീരത്ത് ഇതാ ഛർദ്ദിക്കപ്പെട്ട അവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു കൊച്ചുണർവുണ്ടാകണമെങ്കിൽ സാഹചര്യങ്ങളെല്ലാം ചേർന്ന് നമ്മെ പൊക്കിയെടുത്ത് നിലവിളിയുടെ തീരത്ത് കൊണ്ട് ഇടുന്നവന് മാത്രമേ സത്യത്തിൽ സാധാരണ കേസിൽ നമ്മുടെ ഇടയിൽ ഉണർവുണ്ടാകാറുള്ളൂ. അനേകം വർഷങ്ങളായിട്ട് പള്ളിയിൽ കയറാത്തവരും പ്രാർത്ഥിക്കാത്തവരും തന്നെ പ്രാർത്ഥിക്കും എപ്പോഴാണ് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുന്നത്. അപ്പോൾ സകലങ്ങളിലൂടെ ദൈവം നമ്മെ നേരായ വഴിയിലേക്ക് നയിക്കാത്തിടത്തോളം കാലം ഞങ്ങളില്ല, ഞങ്ങൾ ഉണരില്ല എന്ന് ചിന്തിക്കുന്ന മനോഭാവമായി കുറെ മനുഷ്യര് നമ്മുടെ ഇടയിൽ അറിഞ്ഞു പറയാതെ കൂട്ടിപ്പോട്ടെ. നമ്മൾ മനസ്സിലാക്കുക, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ വള്ളം മറിയും. കാരണം ദൈവത്തിന്റെ വഴി വിട്ട് യാത്ര ചെയ്യുന്നവന്റെ വള്ളം മറിയും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? സാഹചര്യങ്ങൾ ചേർന്ന് മറിയും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം മറിയുന്നതിന് മുമ്പ് പോകേണ്ട വഴി ദൈവം അയക്കുന്ന വഴിയിലൂടെ പോകുന്നതാണ് എന്ത്? ബുദ്ധി. അവനാണ് ജ്ഞാനിയല്ല. ദൈവമായിട്ട് വഴിയിലേക്ക് വഴിതെറ്റിയെന്ന് മനസ്സിലായാൽ മാറി യാത്ര ചെയ്യുന്നവരാണ് യഥാർത്ഥ ജ്ഞാനി. നമുക്ക് നഷ്ടപ്പെട്ടത് ജ്ഞാനമാണ്. അപ്പോൾ നമ്മൾ പോകേണ്ട വഴി ഏതാണ്? ഇന്നലെ ഞാൻ പറഞ്ഞു, ഏത് വഴി കൂടിയാണ് പോകേണ്ടത്? യേശുവാകുന്ന വഴിയിലൂടെ വേണം. അവന്റെ കാഴ്ചപ്പാടിലൂടെ വേണം, അവന്റെ മനോഭാവത്തിലൂടെ വേണം പോകണം, അവന്റെ ചിന്താഗതിയിലൂടെ പോകണം, അവന്റെ വചനത്തിലൂടെ യാത്ര ചെയ്യണം. അപ്പോൾ അവന്റെ വചനം നമ്മളിൽ എന്തായി തീരും? മാംസമായി തീരും. അങ്ങനെ വചനം മാംസം ധരിച്ചവനെ വിളിക്കുന്ന പേരെന്താണ്? ഇന്നലെ ഞാൻ പഠിപ്പിച്ചു. എന്താണ് വചനം മാംസം ധരിക്കുന്നവനെ വിളിക്കുന്ന പേരെന്താണ്? വീണ്ടും ജനിച്ചവൻ അഥവാ പ്രവാചകൻ. ദൈവത്തിന്റെ വചനം സ്വീകരിച്ച് അത് ജീവിതത്തിൽ മാംസം ധരിപ്പിക്കുന്നവനെ വിളിക്കുന്ന പേര് വീണ്ടും ജനിച്ചവൻ എന്നാണ്. അപ്പോൾ വചനത്തിന്റെ വഴിയിലൂടെ നടന്ന് വചനം മാംസം ധരിച്ചവനാണെങ്കിൽ നമ്മുടെ മുഖത്തോട്ട് നോക്കിയാൽ ആരുടെ മുഖം പോലെ ഇരിക്കേണ്ടതാണ്? ആരുടെ മുഖം പോലെ ഇരിക്കേണ്ടതാണ്? യേശുവിന്റെ മുഖം പോലെ ഇരിക്കേണ്ടതാണ്. കുവൈറ്റിൽ വന്ന് ഇറങ്ങിയപ്പോൾ ആരെങ്കിലും നിങ്ങളെ കണ്ട് സംശയിച്ച് ചോദിച്ചോ, മോൻ യേശുവാണോ? ചോദിച്ചു അറിയാം. ഇല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ക്രിസ്തുവിന്റെ വചനം പാലിച്ച് വീണ്ടും ജനിച്ചവരാണെങ്കിൽ നമ്മളെ വിളിക്കുന്ന പേര് ക്രിസ്ത്യാനിയെ കൂടിയാണ്. അന്ത്യവിക്കയിലാണ് ഈ വിളി ആദ്യമായിട്ടുണ്ടായത്. ക്രിസ്തുവിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവൻ ക്രിസ്ത്യാനി. ഒരു നല്ല ക്രിസ്ത്യാനിയാണെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഇവിടെ നിന്ന് ഏതെങ്കിലും ഭാര്യയ്ക്ക് കിട്ടുമെന്ന് യോജിക്കും. ഇവള് ക്രിസ്തുവിനെ പോലെ തന്നെ ഇവളുടെ പെരുമാറ്റം ക്രിസ്തുവിന്റെ പോലെ ഒരു സർട്ടിഫിക്കറ്റ് സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെന്ന് യോജിക്കാതെ കിട്ടുമോ? സ്വന്തം മക്കളുടെ കയ്യിൽ അമ്മയ്ക്ക് എന്റെ അമ്മ എന്റെ അപ്പൻ യേശുവിന്റെ പെരുമാറ്റമുള്ള അപ്പൻ എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുമോ? കിട്ടുമോ? ആരും ഒന്നും കിട്ടുന്നില്ല. കിട്ടുമോ? എന്തിനേറെ നമ്മുടെ പള്ളിയിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ആത്മാർത്ഥതയോടെ വേണമെങ്കിൽ കൈതരമൊക്കെ പിടിച്ച് ഞെക്കിയും കണ്ണൊഴിച്ച് ട്രാൻസ്ഫർ വരുമെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കൂടെ വേണം എഴുതിപ്പിക്കാം. ആത്മാർത്ഥതയോടെ ഈ യേശു ഇവന്റെ ക്രിസ്ത്യാനിയാണ്, ഇവൻ യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്. ആത്മാർത്ഥതയോടെ നമ്മുടെ പള്ളിയിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഇവന്റെ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് കിട്ടുന്ന എത്ര പേരുണ്ട്? അതുപോലെ സ്വന്തം സാക്ഷ്യവത്വം അങ്ങനത്തെ സർട്ടിഫിക്കറ്റുകളുണ്ടല്ലോ. സ്വയം സാക്ഷ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റ് സ്വയമായി ആത്മാർത്ഥതയോടെ മനസാക്ഷിയിൽ തൊട്ട് ഞാൻ ക്രിസ്തുവിന്റെ അനുയായി എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. സ്വന്തം മനസാക്ഷി കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്ന എത്ര ക്രിസ്ത്യാനിയുണ്ട്? ഇല്ല. നമുക്ക് പോലും നമ്മെക്കുറിച്ച് ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ സാധിക്കാതിരിക്കെ
ഈ നാട്ടുകാരെ നമ്മൾ എന്നാ വിളിക്കണം? ക്രിസ്ത്യാനി എന്ന് വിളിക്കണം. ഈ ലോകം നമ്മെ എന്ന് വിളിക്കണം? ക്രിസ്ത്യാനി എന്ന് വിളിക്കണം. ഈ സഭ നമ്മെ എന്ത് ചെയ്യണം? ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് ചുവന്നോട് നടക്കേണ്ടി വരും. എന്തൊരു ഗതികേടാണ്! ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ഇവന്റെ നെട്ടോടി നോക്കാൻ, ഇവന്റെ ശവം നോക്കാൻ നമ്മൾ പോകണം. കുടിച്ചേച്ച് ശവമാണ്. പക്ഷെ ഇവന്റെ ശവം നോക്കാൻ ഞങ്ങൾ ഇവരെ പള്ളിയുടെ മണ്ണിൽ കൊണ്ട് കുടിച്ചേച്ച് ഇവൻ പള്ളിയുടെ സ്വന്തം. നാം ഓർക്കുക, നമ്മുടെ ഒരു ആധ്യാത്മികത തകർന്നിട്ട് നാളൊത്തിരിയായി. നാം വഴിതെറ്റിപ്പോയി. അതുകൊണ്ട് വഴിതെറ്റിയ ജീവിതാനുഭവത്തിൽ നിന്ന് യഥാർത്ഥ വഴിയിലേക്കുള്ള മാറ്റം, അതാണെന്ത്? മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരത്തിലൂടെയാണ് ഉണർവിന്റെ അനുഭവങ്ങൾ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. മാനസാന്തരത്തിലൂടെ. അപ്പോൾ ഞാൻ പോകേണ്ട വഴി യേശുവാകുന്ന വഴിയിലൂടെയാണ്. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഏതാണ്? അതെ, ഏതാണെന്ന് നമുക്ക് പോലും അറിയാം. ഒരു പോകുന്നു പോകും, വിട്ട വഴിയെ കൂടി അങ്ങനെ പോവുകയാണ്. നമ്മുടെ കുട്ടികളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിനകത്ത് ഒരു സാധനമാണ് കൊട്രാക്ടർ എന്ന് പറയും. കണ്ടിട്ടുള്ളവർ അതും കണ്ടിട്ടില്ല. അതൊരു എങ്ങനെയിരിക്കുന്നത് കൊട്രാക്ടർ? ഒരു സെമി സർക്കിളിലായിട്ടാണ്. അതിന്റെ ഒരേറ്റത്ത് എത്രയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? 180. പിന്നെ അങ്ങേറ്റ എത്രയാണ്? ഒരു സൈഡിൽ 180, ഇങ്ങേ സൈഡിൽ 0. നടുക്കൂടി ഒരു ലൈൻ നെടിലേക്ക് പോകുന്നു. എത്രയാണ്? 90. ഇതാണ് കൊട്രാക്ടർ. പിന്നെ 100 കണക്കിന് ലൈനുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 0 മുതൽ 179 വരെ ലൈനുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എന്ത്? കൊട്രാക്ടർ. ഇതിൽ ക്രിസ്ത്യാനി പറയേണ്ട ലൈൻ ഏതാണ്? 180ാമത്തെ ലൈൻ. യേശു ക്രിസ്തു ചിന്തിച്ചതുപോലെ ചിന്തിക്കുക, യേശു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുക, യേശു ജീവിച്ചതുപോലെ ജീവിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ആരുടെ ജീവിതം പ്രകാശിക്കാൻ തുടങ്ങും? യേശു. എന്നാൽ നമ്മളിപ്പോൾ പോകുന്ന ലൈൻ ഏതാണ്? ചിലരെ സംബന്ധിച്ച് അവർ 0 ലൈനിൽ കൂടിയാണ് പോകുന്നത്. 0 ലൈനിൽ കൂടെ പോകുന്നത് എന്താണ്? 150ാമത്തെ ലൈൻ അങ്ങോട്ട് പോകുന്നു, 0 ലൈൻ അങ്ങോട്ട് പോകുന്നു. ഇവർ എന്തെങ്കിലും കാലത്ത് 150ാമത്തെ ലൈൻ കാണുമോ? ഒരു കാലത്തും കാണുക. ഭൂമി ഉരുണ്ടതായതുകൊണ്ട് ഒരു പക്ഷേ കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിലും അവനെ കാണാൻ സാധ്യതയുണ്ട്. ഈ 0കാരനെ കുറിച്ചാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. പള്ളി വേണ്ട, പട്ടക്കാരൻ വേണ്ട, പ്രാർത്ഥന വേണ്ട, കുറിയകൈസ്വരം വേണ്ടാത്ത മനുഷ്യർ. എല്ലാവർക്കും, പ്രത്യേകിച്ച് നല്ല ക്രിസ്ത്യാനികൾക്കെല്ലാം ഇങ്ങനെയുള്ളവരെ പുച്ഛമാണ്. കല്യാണം കഴിക്കണം തോന്നുമ്പോൾ എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ സംഘടിപ്പിക്കും, എവിടെയെങ്കിലും വെച്ച് കല്യാണം കഴിപ്പിക്കും, എവിടെയെങ്കിലും പ്രസവിക്കും, പിന്നെന്താ എവിടെയെങ്കിലും ഉപേക്ഷിക്കും. നമ്മളാരെങ്കിലും അങ്ങനെയുള്ളവരാണ്? അല്ല. അതുകൊണ്ട് ഞാൻ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വിടുകയാണ്. അവര് പിടിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. 45 ഡിഗ്രി തിരിഞ്ഞവരാണ്. ഇച്ചിരി കുർബാനയും ഇച്ചിരി നോമ്പും ഇച്ചിരി പള്ളിയും ഇച്ചിരി പ്രാർത്ഥനയും ഉള്ളവരാണ് നമ്മൾ. 45 ഡിഗ്രി കുർബാന തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയും ഉപദേശ സമയമാകുമ്പോൾ നമ്മൾ പള്ളിയിൽ തന്നെ വരും. പിന്നെ ആ ഉദ്യോഗത്തിലേക്ക് ഒരു ആക്റ്റീവാണ്. എവിടെയെങ്കിലും ആക്റ്റീവാകട്ടെ. പള്ളിയിൽ കുർബാന സമയത്ത് അച്ഛനാണ് ആക്റ്റീവ്. പിന്നെ ബാക്കിയുള്ള സമയത്ത് ശുശ്രൂഷക്കാർ, അത് കഴിഞ്ഞാൽ പിന്നെ കൊയലുകാരാൻ. നമുക്ക് ആക്റ്റീവാകാൻ ഒരു തലവില്ല. അതുകൊണ്ട് നമ്മൾ ആക്റ്റീവാകുന്ന തലവടിയാണ് പൊതുയോഗവും പിന്നെ വഴികൾ നടക്കുന്ന. ഇങ്ങനെയുള്ള 45 ഡിഗ്രിക്കാരൻ ഇവൻ കൊട്ടാരത്തിന്റെ സൂചിയിലൂടെ അങ്ങോട്ടാണ് പോകുന്നത്. ഇവൻ എന്തെങ്കിലും കാലത്ത് 150ാമത്തെ ലൈൻ കാണുമോ? ഒരു കാലത്ത്. ചിലരുണ്ട് 90 ഡിഗ്രി തിരിഞ്ഞവരാണ്. അവർക്ക് പള്ളിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, അച്ഛന്മാരുമായിട്ട് ഇങ്ങനെ വരയ്ക്കാതെന്നെ ഓർക്കുന്നത്. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ മറ്റൊരു മേഖല, രഹസ്യ മേഖലകൾ പാപത്തോട് രഹസ്യബന്ധം നടത്തിക്കൊണ്ടുള്ള ജീവിതമാണ്. ഇങ്ങനെയുള്ളവരാണ് നൈതികാരാണ്. അവർക്ക് പള്ളിക്കാര്യങ്ങളിൽ സജീവമാണ്, ധാർമ്മിക ജീവിതമുള്ളവരാണ്. അപ്പൊ ആധ്യാത്മിക മേഖലയിലുള്ളവരെ 3ആയിട്ട് തരംതിരിക്കാൻ പറ്റും. അതിൽ ഒരു വിഭാഗക്കാരാണ് കിരാതന്മാർ. അവരെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മൃഗീയ സ്വഭാവമുള്ളവർ.
രണ്ടാമത്തെ വിഭാഗക്കാരാണ് ധാർമ്മികന്മാർ. മൂന്നാമത്തെ വിഭാഗമാണ് ആത്മീയ. കിരാതന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് മൃഗങ്ങൾ പോലും ചെയ്യുകയില്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്നവരാണ്. ആര്? കിരാതന്മാർ. മൃഗങ്ങൾ പോലും ചെയ്യാത്ത പ്രവർത്തി ഏതൊക്കെയാണ്? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നാടൻ പശുക്കൾ എത്ര പ്രാവശ്യം പ്രസവിക്കുന്നത്? 7-8 പ്രാവശ്യം പ്രസവിക്കും. ഏതെങ്കിലും പശു 7ാമത്തെ പ്രസവം കഴിഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, 8ാമത്തെ ഇതിനത് ഗർഭിണിയാണ്, മൃഗാശുപത്രി ചെന്നിട്ട് എനിക്കിനി പ്രസവിക്കാൻ അബോർഷൻ നടത്തിയിരുന്ന ഏതെങ്കിലും പശു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. 8ാമത്തെ പ്രാവശ്യം ഗർഭിണിയായാലും എന്ത് ചെയ്യും? പ്രസവിക്കുക തന്നെ. സ്വന്തം കുഞ്ഞുങ്ങളെ വധിക്കാൻ അവർ പോലും തയ്യാറാണ്. എന്നാൽ മൃഗങ്ങൾ പോലും ചെയ്യാത്ത പ്രവർത്തികൾ, സ്വന്തം കുഞ്ഞുങ്ങളെ കൊലക്കത്തിയുമായി ചെന്ന് കഴുത്തു മുറിച്ച് കൊല്ലുന്നവർ ആരാണ്? കിരാതന്മാർ. എവിടെയുണ്ട് അവര്? നമ്മുടെ ഇടയിൽ. ഇവിടെ പറ്റിയെങ്കിൽ എവിടെ പോകും? നാട്ടിൽ പോകും. എന്നിട്ട് ചെയ്യും? സ്വന്തം കുഞ്ഞുങ്ങളുടെ കഴുത്തുകൾ വെട്ടിമുറിച്ച് കൊല്ലുന്ന കിരാതന്മാർ. പിന്നെ ഏതെങ്കിലും പശു തീറ്റയ്ക്ക് വേണ്ടി മറ്റ് മൃഗങ്ങളെ കുത്തിക്കൊന്നിട്ടുണ്ടോ? ഇല്ല. കൂട്ടിൽ കിടക്കാനിടയില്ലാത്തതുകൊണ്ട് അടുത്തിരിക്കുന്ന പശുവിനെ കുത്തിക്കൊന്ന ഏതെങ്കിലും പശുവിന്റെ കഥയുണ്ടോ? നമ്മൾ കേട്ടിട്ടുണ്ടോ പർവ്വത്തിൽ? ഇല്ല. എന്നാൽ സ്വന്തം സഹോദരനെ ആധ്യാത്മികതയുടെ പേരിൽ പോലും കുത്തിക്കൊല്ലാനും വെട്ടിവീഴ്ത്താനും നാട്ടുകൊണ്ട് വെട്ടിവീഴ്ത്താനും ഇതാ വെറ്റി ചിന്താനും പഠിക്കാത്ത മൃഗങ്ങൾ എവിടെയുണ്ട്? സഭയ്ക്ക് നമ്മുടെ ഇടയിലുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മൃഗീയമാണ്. മലയാള പത്രത്തിൽ കുറെ നാളുകൾക്ക് മുമ്പ് ഫ്രണ്ട് പേജിൽ ഒരു ഫോട്ടോ, അതൊരു നായയുടെ ചിത്രമായിരുന്നു. ഒരു നായ വഴിയിൽ വണ്ടിയിടിച്ച് കിടക്കണം. വണ്ടിയിടിച്ച് മരിച്ചു കിടക്കുന്ന നായയുടെ അടുക്കൽ മറ്റൊരു നായ കാവലിരിക്കുന്നു. ഇതായിരുന്നു മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിലെ ഫോട്ടോ. രാവിലെ കണ്ട നായയെ വൈകുന്നേരം ഡെഡ് ബോഡി വന്ന് മുനിസിപ്പാലിറ്റിക്കാർ എടുത്തോണ്ട് പോകുന്നത് വരെ ഈ നായ, ഈ മരിച്ചുപോയ നായയ്ക്ക് കാവലിരുന്നു. എന്നാൽ ഇതാ ഒരു ക്രിസ്ത്യാനിക്ക് സ്വന്തം സഹോദരന്റെ ഡെഡ് ബോഡിയോട് പോലും വിശ്വസത കാണിക്കാൻ ഇവരെ ഏത് കാലപ്പെടുത്തും? നമ്മുടെ മൃഗങ്ങൾ പോലും അവരുടെ കൂടെ പെടുത്താൻ മടിക്കുന്ന രീതിയിൽ ഇതാ ജീവിത നിലവാരം താന്നുപോയ, ആധ്യാത്മിക നിലവാരം താന്നുപോയ മനുഷ്യരാണ് ഇന്ന് ക്രിസ്ത്യാനികൾ. നാം ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ മാറ്റം അനിവാര്യമാണ്. അപ്പോൾ നമ്മൾ പോകേണ്ട വഴി 150ാമത്തെ വഴിയാണ്. ചിലരെന്താണ് 179 വരെയൊക്കെ തിരി യേശുവുമായിട്ട് ഒട്ടിച്ചേർന്ന് യാത്ര ചെയ്യുന്ന മനുഷ്യരുണ്ട്. എന്നാൽ കാര്യത്തോടടുക്കുമ്പോൾ കർത്താവുമില്ല, ദൈവോചനവുമില്ല, പ്രാർത്ഥനയിലില്ലാത്ത മനുഷ്യർ. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് വഴിതെറ്റിപ്പോയ ജീവിതാവസ്ഥയിൽ നിന്ന് ഏറ്റുവാകുന്ന വഴിയിൽ എനിക്ക് മാറി യാത്ര ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ നാം സ്വർഗരാജ്യം കാണാം. ഫുൾബെൻഷൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹം TV പ്രവാചകനാണ്. അദ്ദേഹം ഒരിക്കൽ തന്റെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വായിക്കാനിടയായി. അദ്ദേഹം പറഞ്ഞു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്നെ അത്ഭുതപ്പെടുന്ന 3 കാര്യങ്ങളാണ് അവിടെ കാണാൻ പോകുന്നത്. ഒന്ന്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ എങ്ങനെ ഇതിനകത്ത് വന്നുപെട്ടു, ഭാവിയായി ഞാൻ എങ്ങനെ ഇതിനകത്ത് വന്നുപെട്ടു. രണ്ടാമത്തെ കാര്യം, ഞാൻ പ്രതീക്ഷിച്ചവരാരും അതിനകത്ത് ഇല്ല. നമ്മളിത് പ്രതീക്ഷിക്കുന്ന പലരുമുണ്ട്, അവിടെ കാണും, നമ്മൾ കാണാം, അവിടെ വെച്ച് കണ്ടെത്താം എന്ന് ചിന്തിക്കുന്ന പലരും അതിനകത്തുണ്ടാകും. ഞാൻ പ്രതീക്ഷിക്കാത്ത പലരും അവിടെ ഉണ്ടാകും. നമ്മുടെ ഈ അവസ്ഥ സ്വർഗരാജ്യത്തെ സംബന്ധിച്ചിങ്ങനെയാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെടാതെ സ്വർഗരാജ്യം അവകാശിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശരിയായ വഴിയിൽ നിന്ന്, ആയിരിക്കേണ്ട വഴിയിൽ നിന്ന് ഇതാ നമ്മളിപ്പോൾ ആയിരിക്കുന്ന വഴിയിൽ നിന്ന് ആയിരിക്കേണ്ട വഴിയിലേക്കുള്ള മാറ്റം, അതിനാണ് എന്ത് പറയുന്നത്? മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ
വഴിതെറ്റിപ്പോയ ജീവിതാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പാപം. എന്താണ് പറയുന്നത്? പാപം. പാപം എന്ന വാക്കിന് ബൈബിളിൽ, ഗ്രീക്ക് ബൈബിളിൽ ഉപയോഗിക്കുന്ന പേര് ഹമാർദിയ. എന്താണ് വാക്ക്? ഹമാർദിയ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ലക്ഷ്യം തെറ്റി പോവുക. എന്താണ്? ലക്ഷ്യം തെറ്റി പോവുക. അപ്പോൾ പാപം എന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റി പോകലാണ്. പോകേണ്ട വഴിയിൽ നിന്ന് ലക്ഷ്യം തെറ്റി യാത്ര ചെയ്യുന്നതിനാണ് പാപം എന്ന് പറയുന്നത്. പാപത്തെ ഡിഫൈൻ ചെയ്യാൻ, നിർവചിക്കാൻ വേണ്ടി ഇതാ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞൊരു വചനം 1 യോഹന്നാൻ 3-ാം അധ്യായം 4 മുതലുള്ള വചനം വായിച്ചു. പാപം ചെയ്യുന്നവർ നിയമം ലംഘിക്കുന്നു, പാപം നിയമലംഘനമാണ്. പാപത്തെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത്. പാപം നിയമ ലംഘനമാണ്. പാപം എന്താണ്? നിയമലംഘനമാണ്. അങ്ങനെയാണെങ്കിൽ പാപമുണ്ടോ ഇല്ലയോ എന്ന്, വഴിതെറ്റിപ്പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അറിയേണ്ടത് നിയമത്തെ കുറിച്ച് തിരിച്ചറിയണം. എത്ര നിയമം നമുക്ക് അറിയിട്ടുണ്ട്? 15, 12. എത്ര നിയമം നൽകിയിട്ടുണ്ട്? അത് വളരല്ലോ. അതിലൊന്നും വിട്ടുന്നില്ല. 10 കൽപ്പനകളാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഞാൻ പറയുന്നില്ല, ഉണ്ടെങ്കിൽ അല്ലാത്തതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പ്രസംഗിപ്പിക്കും. 10 കൽപ്പനകൾ നമ്മൾ നൽകിയിരിക്കും. അതിൽ 1-ാമത്തെ കൽപ്പന നിങ്ങളുടെ വിരുദ്ധയില്ലാതെ വേറെ വിരോധി. അങ്ങനെ ബൈബിളിലുണ്ടോ? പുറകെ പിടിക്കുന്ന സ്ത്രീകളുമാണ് അവരാക്കേണ്ടാതിരിക്കുന്നു. പറ, എന്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമാണ് ഏതെങ്കിലും ഈ യാക്കോബുകാരന്റെ വായിൽ നിന്ന് 10 കൽപ്പന മുഴുവൻ കേട്ടിട്ട് മരിച്ചാൽ കൊള്ളാം. ഇന്നേ വരെ അത് ചെയ്തു. ഞാനൊരു വിവാഹം സെമിനാറിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, 10 കൽപ്പന മുഴുവനും എന്ന് പറയാമോ? ഒറ്റ പിള്ളേര് പറയുന്നില്ല. കല്യാണം കഴിക്കാൻ പറഞ്ഞിരിക്കുക. 10 കൽപ്പന അറിയാമോ? കൽപ്പന അറിയാൻ വയ്യാത്തവന് പാപം അറിയാം. പാപം അറിയാൻ വയ്യാത്തവന് നിയമലംഘനം അറിയാം. അതുകൊണ്ട് അവൻ അന്ധകാരത്തില്ല. ഞാനിത് പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ചാടി എഴുന്നേറ്റ് നിന്ന് 1 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ പടപെടാമെന്ന് പറയാനാണ്. ഞാൻ ആകെപ്പാടെ വളച്ചുപോയി. കാരണം എന്താ, എന്റെ ആഗ്രഹം എന്താണ്? 10 കൽപ്പന യാക്കോബുകാരന്റെ വായിൽ കേട്ടിട്ട് മരിക്കണമെന്നാണ്. ഇവിടുന്ന് പറഞ്ഞതോടുകൂടി എനിക്ക് ഞടലായി. ഞാൻ എന്റെ ആയുധ തീരാൻ പോകും. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ലാസ് എടുത്തു. 3.5 മണിക്കൂർ ക്ലാസ് എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞ് എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടി, അവിടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അവൻ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. അവൻ ഓടി വന്ന് എന്നോട് പരിചയപ്പെട്ടു. അച്ഛനെ ഒത്തിരി കാലം കാണുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ കല്യാണമാണോ? പറഞ്ഞു, അതെ. ഞാൻ ചോദിച്ചു, എവിടെയാണ് പെട്ടെന്ന്? ഉടനെ അവൻ പറഞ്ഞു, അച്ഛൻ 10 കൽപ്പന ചോദിച്ചപ്പോൾ എഴുന്നേറ്റ് പടപെടാന്ന് പറഞ്ഞില്ലേ, ആ പെണ്ണൊക്കെയാണ് ഞാൻ കേട്ടത്. ഉടനെ വലിയ സന്തോഷമാണ്. ഇതാ എന്റെ കൂട്ടുകാരൻ 10 കൽപ്പന അറിയാവുന്ന ഒരു യാക്കോബായ പെണ്ണിനെ കല്യാണം കഴിക്കും. ഞാൻ പറഞ്ഞു, യാക്കോബായ സഭയിൽ ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ പോകും. എല്ലായിടത്തും ഞാൻ അവസരം കിട്ടുമ്പോഴൊക്കെ 10 കൽപ്പന ചോദിക്കാം. ഒറ്റ പെൺകുട്ടി പോലും പറഞ്ഞിട്ടില്ല. ഇതാ ഇവൾ 10 കൽപ്പനയും കൃത്യമായി പറഞ്ഞു. നീ ഒരു ഭാഗ്യമാണ്. ഉടനെ അവൻ എന്നോട് പറഞ്ഞു, എന്റെ അവൾ യാക്കോബായ അവള് കത്തോലിക്ക എന്ന് പറഞ്ഞാൽ അബദ്ധം പോലും ദൈവത്തിന്റെ കൽപ്പനകൾ പഠിക്കുകയോ പറയുകയോ ഇല്ലാത്തവരാണ് ആര്? കാരണം ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇത് പഠിച്ചാൽ ഇത് പാലിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇത് പഠിക്കുകയില്ല. നമ്മൾ കൊടുക്കുക. നമ്മൾ കൊടുക്കുക 10 കൽപ്പനയാണ്. ഈ 10 കൽപ്പന മുഴുവനും വ്യാഖ്യാനിച്ച് വരാൻ നേരമില്ലാത്തതുകൊണ്ട്, നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടും 10 കൽപ്പനകളെ കർത്താവ് 2ആയിട്ട് തരംതിരിച്ചു. അതേതൊക്കെയാണ്? 10 പറയട്ടെ, 2 മതി. നമുക്ക് വേണ്ടി 2ആക്കി തീർക്കണം. കർത്താവ് 2ആയിട്ട് കൽപ്പനകളെ ഏതൊക്കെയാണ്? യേശു 10 കൽപ്പനയെ 2ആയിട്ട് തിരിച്ചു വന്നു. ഏതൊക്കെയാണ്? പൂർണ്ണ ഹൃദയത്തോടും
മനസ്സോടും പൂർണ്ണ ആത്മാവോടുകൂടെ നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം. പിന്നെ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോൾ കൽപ്പനകളുടെ പ്രത്യേകത മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം നേരെയാക്കാനും മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം നേരെയാക്കാനുമാണ് എന്ത് നൽകിയിരിക്കുന്നത്? കൽപ്പന നൽകി. അപ്പോൾ 1 മുതൽ ആദ്യത്തെ കൽപ്പന ഇതാണ്: ഞാനാണ് എന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറെ ദൈവം ഉണ്ടാകരുത്, എന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്, എന്റെ നാമത്തെ പാലിക്കണം. എല്ലാം ദൈവവുമായി ബന്ധപ്പെട്ട കൽപ്പനയാണ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട കൽപ്പന ഏതാണ്? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്. ഇതൊക്കെ ഏത് കൽപ്പനയാണ്? മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം നേരെയാക്കുന്ന കൽപ്പനയാണ്. ഒരിക്കൽ ഒരു യുവാക്കന്മാരുടെ പ്രോഗ്രാമാണ്, അവരാണ് സംഘടിപ്പിച്ചത്. ഒരു യുവാവ് പറഞ്ഞ കാര്യം, ഒരിക്കൽ ഒരു യുവാവ് യേശുവിന്റെ അടുത്ത് ചെന്നിട്ട് യേശുക്രിസ്തുവിനോട് ഇപ്രകാരം ചോദിച്ചു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് വായിച്ചു. 17 യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകൊണ്ടു ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നല്ലവനായ ഗുരു, നമ്മളും എല്ലാരെയും കയറി വിളിക്കുന്ന വാക്കുകളായത് ഇതുപോലെയുള്ള നല്ല വാക്കുകൾ. തിരുവേലി, അച്ചു എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്തോരു ഭക്തിയാണ്, എന്തോരു സ്നേഹമാണ് ഇല്ലേ വിളിക്കാറ്. ഉടനെ യേശുക്രിസ്തു തിരിഞ്ഞത്, നീ എന്തുകൊണ്ടാണ് എന്നെ നല്ലവരെന്ന് വിളിച്ചത്? അവരൊരു മറുപടിയില്ല. നീ എന്തുകൊണ്ട് തന്നെ നല്ലവരെന്ന് വിളിച്ചത്? എന്നെ ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ വിളിക്കുന്നത്? ദൈവം മുഴുവനല്ലാതെ നല്ലവനായി കാര്യമില്ല. ഇത് അവരോട് പറഞ്ഞു. ഞാൻ നല്ലവനാണെന്ന് എന്നോട് ആര് പറഞ്ഞു? ദൈവം മാത്രമേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യേശുക്രിസ്തു മോശക്കാരനാണെന്നാണ്. യേശു തന്നെ പറയുക, ഞാനല്ല നല്ലവൻ, ദൈവമാണ് എന്ന് പറഞ്ഞ് ഞാൻ മോശക്കാരനാണെന്നാണ് ഞാൻ അർത്ഥം. അല്ല, ഞാൻ ദൈവമാണെന്ന് അറിഞ്ഞിട്ടാണോ നീ എന്നെ കയറി നല്ലവരെന്ന് വിളിച്ചത്? അതോ സോപ്പിടാൻ വേണ്ടി വിളിച്ചത്? പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ: കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവർ പറഞ്ഞു, ഒരു ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കും. അവ എന്നേക്കും നിലനിൽക്കുന്ന ഒരു നല്ല ജീവിതം എനിക്കുണ്ടാകണം. ഒരു സ്നേഹത്തിന്റെയും ആത്മാഭിഷേകത്തിന്റെയും ഒരു നല്ല ജീവിതം എനിക്കുണ്ടാകണം. ഒരു യുവാവ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു. ഉടനെ കർത്താവ് പറഞ്ഞ കൽപ്പനകൾ നാം ശ്രദ്ധിക്കും. ഏത് കൽപ്പനയാണ് പറഞ്ഞത്? കൊല്ലരുത്, വിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത് തുടങ്ങിയ കൽപ്പനകൾ നിനക്കറിയാമല്ലോ. ഇത് നീ പാലിക്കണം. മറ്റേതൊന്നും പാലിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റേതൊന്നും പാലിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അല്ല, എല്ലാ കൽപ്പനകളും പാലിക്കണം. നീ ഏതെല്ലാം കൽപ്പന പാലിച്ചാലും മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം നേരെയാകാത്തോളം കാലം നീ ഒരു കാലത്തും ഗുണം പിടിക്കുകയെന്നാണ് അർത്ഥം. മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നേരെയാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ഒരു കാലത്തും ദൈവസന്നിധിയിൽ നിന്ന് കൃപയോ അനുഗ്രഹമോ ലഭിക്കില്ലെന്നാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം, ഞാനവന്റെ സഹജീവിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയെന്ന് പരിശോധിച്ച് ആത്മശോധന ചെയ്ത് ആ മേഖലയിൽ തിരുത്തൽ വരുത്താൻ വേണ്ടി നമുക്ക് പരിശോധിക്കും. ഒന്ന് പരിശോധിക്കും, ഒന്ന് വായിക്കാമെന്ന്. നീ പ്രമാണങ്ങൾ നിനക്കറിയാമെന്ന് പരിശോധിച്ചു. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൊല്ലരുത്. നമ്മൾ ആരെങ്കിലും ഇന്നുവരെ കൊന്നിട്ടുണ്ടോ? ഉണ്ടോ? എന്താണ് കൊലപാതകം എന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെ ജീവനോ ജീവിതത്തിനോ ഏതെങ്കിലും രീതിയിൽ തകരാറ് വരുത്തുന്ന പ്രവൃത്തി എന്താണ്? കൊലപാതകമാണ്. ഇതുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞത്. 1 യോഹന്നാൻ 3:15-17 വരെയുള്ള വചനം, സഹോദരനെ വെറുക്കുന്നവർ കൊലപാതകയാണ്, കൊലപാതകയിൽ നിത്യജീവൻ വർദ്ധിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. സഹോദരനെ വെറുക്കുന്ന
വർദ്ധിക്കുന്നവൻ കൊലപാതകിയിൽ നിത്യജീവൻ വർദ്ധിക്കുന്നില്ല. ജീവൻ എന്ന് പറയുന്നത് ദൈവമാണ്. ഞാനാണ് വഴിയും സത്യവും ജീവൻ. അപ്പോൾ വെറുത്തു നിലനിൽക്കുന്ന വ്യക്തിത്വത്തിൽ എന്നില്ല ദൈവമില്ലെന്നാണ്. ദൈവാംശം നഷ്ടപ്പെട്ടിരിക്കുന്നു. വെറുപ്പ് കൊണ്ട് നിറയുന്ന മനസ്സുകൾ ദൈവത്തെ നഷ്ടപ്പെടുത്തിയ മനസ്സാണ്. വെറുപ്പ് കൊണ്ട് നിറഞ്ഞ ആത്മാവ് ദൈവത്തെ നഷ്ടപ്പെടുത്തിയ ആത്മാവാണ്. വെറുപ്പ് കൊണ്ട് നിറഞ്ഞ കുടുംബജീവിതം ദൈവത്തെ നഷ്ടപ്പെടുത്തിയ കുടുംബജീവിതമാണ്. വെറുപ്പ് കൊണ്ട് നിറഞ്ഞ സമൂഹം ദൈവത്തെ നഷ്ടപ്പെടുത്തിയ സമൂഹമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ ചിന്തിച്ചു നോക്കുക. ആരോടെങ്കിലും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പുണ്ടോ? വെറുപ്പേ ഉള്ളൂ, വെറുപ്പേ ഉള്ളൂ. ക്ഷമിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വ്യക്തിത്വത്തിന്റെ അവസ്ഥയാണ്. ഇതുകൊണ്ടല്ലേ എത്ര പരിശുദ്ധാത്മാവിന്റെ പാട്ട് പാടിയിട്ട് എന്ത് നടക്കുന്നില്ല? ആത്മാവിനോട്ട് ഒരിക്കൽ കുറ്റുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു ധ്യാനം നടത്തുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് വാളാടി എന്ന് പറയുന്ന ഒരു പള്ളിയിലാണ്. അവിടെയാണ് താമസിക്കുന്നത്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരമ്മച്ചി എന്നും എന്നെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ആഴ്ചയിൽ ഒന്നെങ്കിലും അമ്മച്ചി വരും. ഞാൻ അമ്മച്ചിയുടെ തലയ്ക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മച്ചി വരും, പറയും എന്റെ തൊണ്ടയ്ക്ക് വലിയ പ്രശ്നമാണ്, അച്ഛന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ തലയ്ക്ക് പ്രാർത്ഥിക്കും. അനേകം ആഴ്ചകൾ പ്രാർത്ഥിച്ചു. അമ്മച്ചിയുടെ തൊണ്ടയ്ക്ക് യാതൊരു വ്യത്യാസമില്ല. അങ്ങനെ ഇരിക്കുകയാണ് കുറ്റടിപ്പള്ളി ഇടവകയിലെ ഞാൻ ഒരു ധ്യാനത്തിനായി. ഞാൻ അവിടെ വികാരിയായി ചാർജ് എടുത്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ധ്യാനം ക്രമീകരിച്ചു. ധ്യാനമെല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ ഇതാ കുറെ സ്ത്രീകൾ എന്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ അച്ഛനാണ് ഞങ്ങൾക്കൊക്കെ പലരോടും ക്ഷമിക്കാനായിട്ടുണ്ട്. ക്ഷമിക്കണം ആഗ്രഹമാണ്. പക്ഷേ എത്ര ക്ഷമിച്ചാലും ഇതാ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പലരുമുണ്ട്. ഞാൻ ചെറുതാറാണ്. ഉടനെ പറഞ്ഞു, അച്ഛന്റെ അടുക്കൽ വന്ന് എല്ലാ ആഴ്ചയിലും തലകൈ വേണ്ടി പ്രാർത്ഥിക്കുകയും കുർബാന ചെയ്യുകയും ചെയ്യുന്ന ഈ അമ്മച്ചിയാണ് ഈ പ്രദേശത്തെ എല്ലാ വഴക്കുകൾക്കും കാരണക്കാരായി. ചിലരുണ്ട് പുറമേ നല്ല ഭക്തരാണ്, അകമെന്താണ് വളരെ മോശമാണ്. ഒരിക്കൽ മണർകാട്ടുപള്ളിയിൽ മിക്കവാറും പ്രസംഗങ്ങൾക്ക് എന്നെ വിളിക്കാറുണ്ട്. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ തൂത്തുട്ടിയിലൊരു പാവപ്പെട്ട സ്ത്രീ വന്നു. അവരെന്നോട് പറഞ്ഞു, എന്റെ അച്ഛ എന്റെ വീട്ടിൽ മുഴുവൻ പ്രശ്നമാണ്, അമ്മച്ചിയുമായിട്ട് ഇന്ന് വഴക്കാണ്. ഞാൻ പറഞ്ഞു, അമ്മച്ചിയെ ഒരു ദിവസം കൂട്ടിക്കൊണ്ടുവരണം. ഉടനെ പറഞ്ഞു, അച്ഛൻ അമ്മച്ചിയെ കൂട്ടിക്കൊണ്ടുവരാനൊന്നുമില്ല, അച്ഛൻ ഏറ്റവും പരിചയമുള്ള ആളാണ് അമ്മച്ചി. ഞാൻ ആരാണ്? മണർകാട്ടുപള്ളിയുടെ 5ാമത്തെ തൂണിൽ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ കരഞ്ഞോണ്ടിരിക്കുന്ന അമ്മച്ചിയാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം, വീട്ടിലെ പ്രശ്നത്തിന് മുഴുവൻ കാരണം. ഇങ്ങനെ പള്ളിയും പള്ളിക്കാരികളുമായിരിക്കും ഹൃദയത്തിന് മാറ്റമില്ലാത്ത പിന്നെയാഴ്ചയിലെ ഞാൻ വളാടിപ്പള്ളിയിലേക്ക് തിരിച്ചു പോയി അവിടെ താമസിക്കുമ്പോൾ ഈ അമ്മച്ചി വീണ്ടും എന്റെ വന്ന് തലയെ വീണ്ടും പ്രാർത്ഥിക്കും. ഞാൻ മട്ടയൊക്കെ സമയമൊക്കെ ആയതുകൊണ്ട് ചെറുപ്പമാണ്, 26-27 വയസ്സേ ഉള്ളൂ. അമ്മച്ചി എന്റെ തലയെ പ്രാർത്ഥിക്കാനായിട്ട് തലവന്റെ കൈകൂട്ടി നിന്നപ്പോൾ ഞാൻ അവരോട് എന്റെ തലയെ നിങ്ങൾക്ക് വേറെ പണിയില്ല, മനുഷ്യന്റെ കൈകാര്യത്താനായിട്ട് ഓരോ പേരുണ്ട്. നിങ്ങളുടെ കുറ്റടി പ്രദേശത്തെ എല്ലാ വഴക്കുകളും കാരണം അച്ഛൻ കഴിഞ്ഞ ആഴ്ചയില് കുറ്റടിയോട് ധ്യാനം നടത്തി. ആ ധ്യാനം കൂടിയ ശേഷം തിരിഞ്ഞു പോകുന്ന സമയത്ത് ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള സ്ത്രീകളെല്ലാം കൂടെ ഇതാ പലരുടെയും തൊടുകൾ തിരിഞ്ഞു പോകുന്ന സമയത്ത് പറഞ്ഞു, സത്യത്തിൽ ഈ അച്ഛൻ രാവിലെ നമ്മൾ വൈകുന്നേരം വരെയും പ്രസംഗം നടത്തിയത് ആർക്കും വേണ്ടി, നമുക്കൊക്കെ വേണ്ടി.
അവരെ പിരിഞ്ഞ് ആ പിന്നാലെ അമ്മച്ചിയുടെയും കുറ്റടിക്കാരുടെയും ദേഹത്ത് ഇറങ്ങിയ പിശാച് കൊണ്ട് രാത്രി ദേഹത്ത് കയറി എന്റെ ദേഹത്ത് കയറി. എനിക്ക് തമിഴ് ഭയങ്കര രോഗമായി. ഞാൻ അവരോട് ക്ഷമ ചോദിച്ചു, നമ്മൾ സോറി, ഞാൻ വിവരം പറഞ്ഞില്ല. പെട്ടെന്ന് ആവേശത്തിന് ഞാൻ പറഞ്ഞു പോയത്. ഞാൻ അവരുടെ തലയിൽ അവർ ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചത്. ഇതിനു മുമ്പ് ഒരു 50 പ്രാവശ്യമെങ്കിലും എന്റെ ഓർമ്മയിൽ ഞാൻ അവരുടെ തലയിൽ കഴിച്ചിട്ടുണ്ട്. യാതൊരു സൗഖ്യവുമുള്ള. എന്നാൽ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അവരുടെ രോഗങ്ങളാണ് അവരുടെ വന്നയിൽ ഒരു മഴയുണ്ടായിരുന്നു. മഴയുള്ളത് ആ സമയത്ത് ഡോക്ടർ എഴുതുന്ന സമയത്ത് ഉള്ളുന്നതായി തോന്നിയവർ പറയുന്നു. പിന്നീട് ആ മുറി അമ്പത്തമാണ് അവർ സൗഖ്യപ്പെട്ടു. എപ്പോഴാണ് യേശുവിന്റെ ആത്മാവ് അവരിലേക്ക് പ്രവേശിക്കുകയും അച്ഛന്റെ കൈയോടും പ്രാർത്ഥനയും പ്രയോജനപ്പെടുകയും ചെയ്തവരാണ് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പഠിക്കൊണ്ടുപോയി ഈ എഴുതിയിട്ടത് തലതൊഴിയിട്ടത് കുറിയനായ്മയും ചൊല്ലി എത്ര കാലമായി ഇരിക്കാൻ തുടങ്ങി. നമ്മുടെ വേണ്ടി അച്ഛന്മാർ എത്ര കാലമായി കുർബാന അറിയിക്കാൻ തുടങ്ങിയിട്ട് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരാത്തതിന്റെ കാരണം ക്ഷമിക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ വെറുപ്പിൽ നിന്ന് സ്വതന്ത്രമാകാനോ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടല്ലേ? നാം ഓർക്കണം, ദൈവം സ്നേഹമാണെങ്കിൽ വെറുപ്പ് പറയുന്ന ആരാണ്? ഉറപ്പായിട്ട് പിശാചാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനൊരു മനുഷ്യൻ പിശാച് ബാധിതനായി ഈ ഭൂമിയിൽ കഴിയണം? ആഴമായ ക്ഷമയിലൂടെ വ്യക്തിബന്ധങ്ങളെ നേരെയാക്കുന്നിടത്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് സൗഖ്യപ്പെടുത്തുന്നത് നാം ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ ഈ കൺവെൻഷനും ധ്യാനവും എല്ലാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പതിഞ്ഞു കിടക്കുന്ന വെറുപ്പ് വിട്ടുകളയുവാൻ നാം തയ്യാറാണ്. ഞാൻ ഈ കൺവെൻഷന് പോരുന്നതിന് മുമ്പ് ബൈജോട്ട് പലപ്പോഴും ഇന്നെന്താ സബ്ജക്റ്റ്. അപ്പൊ ഞാനൊരു സബ്ജക്റ്റ് സാധാരണ പറയാം. ഇന്ന് ഞാൻ കുടുംബജീവനത്തെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എപ്പോ പ്രാർത്ഥിച്ചാലും കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്നത് ക്ഷമിക്കാൻ പറ്റാത്ത ഹൃദയമുള്ള അനേകം ഇരിക്കുന്നിടത്ത് നീ ഒന്നും പ്രസംഗിച്ചിട്ട് ഒരു കാര്യം. അതുകൊണ്ട് എല്ലാവരോടും ഹൃദയം കൊണ്ട് ക്ഷമിക്കാം. ഇപ്പോഴും ഒരു ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ കുടുംബജീവനെ കുറിച്ച് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞു തന്നെ ഒരു ചെറിയ. അതുകൊണ്ട് കുടുംബജീവനത്തെ കുറിച്ച് പറയാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു കർത്താവ് വീണ്ടും വചനം കാണിക്കുകയാണ്. ഇതാ ഈ വചനത്തിൽ പ്രഘോഷിക്കുന്നത്. നാം ഓർക്കണം, കർത്താവ് ഒത്തിരി കരയുന്നുണ്ട് നമ്മളെ കുറിച്ച്. കർത്താവ് ഒത്തിരി വേദനിക്കുന്നുണ്ട് നമ്മളെ കുറിച്ച്. വ്യക്തി ബന്ധങ്ങളിൽ വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ദൈവം കരയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം കരയുന്നു. നാം ഓർക്കുക, നമ്മുടെ വ്യക്തിഗത ജീവിതം ക്ഷമയിലൂടെ വരുമ്പോഴാണ് അഭിഷേകമായി മാറുന്നത്. ഞാൻ എന്റെ 16ാമത്തെ വയസ്സിൽ എന്റെ പിതാവിനെ ഒരു പോലീസുകാരൻ, 16ാമത്തെ വയസ്സിൽ പോലീസുകാരനായ എന്റെ പിതാവിനെ ഒരു കള്ളനോട്ട് പ്രതി വെടിവെച്ച് കൊല്ലുകയാണ്. ഏകദേശം 3-4 വെടികൊണ്ട സ്വന്തം നെറ്റിയിൽ തറച്ച് എനിക്ക് 16 വയസ്സുള്ള എന്റെ പിതാവ്. 16ാമത്തെ വയസ്സെന്ന് പറയുന്നത് നല്ല പ്രായമായതുകൊണ്ട് അന്നത്തെ പ്രായത്തിൽ പിതാവിന്റെ മരണത്തിന് കാരണക്കാരനായ മനുഷ്യനോടുള്ള വിരോധവും വിദ്വേഷവും നിറഞ്ഞു കവിഞ്ഞ ആ പ്രായത്തില് ഞാൻ എന്റെ ഡയറിയില് ഇങ്ങനെ എഴുതി വെച്ചു. ജനുവരി മാസം ഇതാ 10-ാം തീയതി 11-ാം തീയതി 9-ാം തീയതിയാണ് വരുന്നത്. 11-ാം തീയതി എന്റെ ഡയറി കുറിപ്പ് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു, ഞാൻ എന്റെ പിതാവിനെ കൊന്നവരെ കൊല്ലും. പിന്നീടുള്ള ഡയറി കുറിപ്പുകളൊക്കെ ഞാനിങ്ങനെ എഴുതി, പാഴായി പോയി ഞാൻ അവനെ കാണണം. അപ്പൊ നമ്മുടെ വികരമായ ചിന്തകളാണ്. പിന്നെ അവനെ ജീപ്പേക്ക് എഴുതിക്കൊണ്ടിരുമ്പോൾ ഞാൻ കണ്ടുപിടിക്കുകയും അവനെ കൊല്ലാൻ വേണ്ടി ഞാനൊരു കത്തിയുണ്ടാകും. ഇതൊക്കെയാണ് ഓരോ ദിവസവും ഞാൻ ഡയറിയിൽ എഴുതുന്നത്. അമ്മയും ചേട്ടന്മാരും ഒക്കെ ഡയറി കൊടുത്ത് നോക്കുമ്പോൾ അവർക്ക് പേടിയായി, ഇവനെന്താ എഴുതിക്കൊണ്ടിരുന്നത്. ഡയറി കൊടുത്ത് നോക്കിയിട്ട് അവരെന്റെ പള്ളിയിലോട്ട് മറ്റൊരിക്കലൂടെ കണ്ടുപിടിക്കുകയാണ്. പക്ഷെ എന്റെ വിരോധം കൂടി വരും. ഇതാ നാളുകൾക്ക് ശേഷം ദൈവത്തിന്റെ തിരുവചനം കേട്ട് ഇതാ ദൈവത്തിന്റെ തിരുത്തലിൽ നിന്ന് ക്ഷമിക്കാൻ സാധിച്ചു കഴിഞ്ഞപ്പോൾ പുരോഗതി
പോകുന്നതിന് മുമ്പ് എല്ലാവരും ക്ഷമിച്ചെത്തിയാണ് സംഭവം. പിന്നീട് വൈദികരായ ശേഷവും ഓരോ ജയിലുകളിൽ ഞാൻ സന്ദർശിക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ അന്വേഷിക്കാറുണ്ട്, ഇവിടെ ഒരു മനുഷ്യനുണ്ടോ, ഒരു പോലീസുകാരനെ വെടിവെച്ച് കൊന്നയാള് ജയിലർ പറയും അയാളെ ഞങ്ങൾ ഇതാ മറ്റൊരു ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു. ചിലർക്ക് പറയും അയാളെ ഞങ്ങൾ ഇതാ പുറത്തു വിടും, പലവഴിഞ്ഞു പോയിരിക്കുകയാണ് എന്നെല്ലാം പറയാറ്. ക്ഷമിക്കാൻ വേണ്ടി ഞാൻ ഈ മനുഷ്യനെ പലപ്പോഴും അന്വേഷിച്ചിട്ടുണ്ട്. സത്യത്തിൽ ക്ഷമിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വരം ഇത് അനേകം പേര് ക്ഷമയിലേക്ക് നയിക്കാൻ തക്കവണ്ണം, കുടുംബജീവിത ബന്ധങ്ങളിൽ അനേകരെ ക്ഷമയിലേക്ക് നയിക്കാൻ തക്കവണ്ണം ഈ ക്ഷമ ഒരു വരമാക്കി ദൈവം പിന്നീട് മാറ്റിയത്. അനേകരെ ക്ഷമയുടെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചു. നാം ഓർക്കുക, വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും വൈരാഗ്യത്തിന്റെയും അനുഭവം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാനാവില്ല. ഈ സത്യം നാം മനസ്സിലാക്കാൻ. ഞാൻ വെള്ളൂരില് വാണാടിപ്പള്ളിയിൽ താമസിക്കുന്ന സമയത്ത് ഒരു കുടുംബം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാമ്പത്തികമായി ഞങ്ങൾ തകർന്നിരിക്കുകയാണ്, ആത്മഹത്യ ചെയ്താലോ ചിന്തിക്കുക. അതിനു മുമ്പ് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ടുള്ളതെന്ന് അങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ട് ബ്ലസ്സിങ്ങിനായിരിക്കും, എന്തായാലും പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. ഞാൻ അവരോട് വരാൻ ആവശ്യപ്പെട്ടു. അവര് വരുന്നതിന്റെ അന്ന് രാവിലെ എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇരിക്കാൻ മേലാത്ത അസ്വസ്ഥതകൾ, ഭാരം, ഭയം, വീരുത്വം, ഇതെല്ലാം കൂടെ പറയാൻ പറ്റും. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു എഴുത്തൽ വെച്ചിട്ട് സ്ഥലമിട്ടേക്ക് ഇവരോട് സംസാരിക്കാനോ ഒരു കൗൺസിലിങ്ങിനോ ഒന്നും സാധിക്കാത്ത മാനസികാവസ്ഥയാണ് എൻ്റെ. അങ്ങനെ ഞാൻ പോയേക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് പോകാം. അങ്ങനെ മക്കളായി കയറിയിരുന്ന് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കുടുംബത്തെ സ്പർശിക്കണമേ, ഇവരുടെ കടബാധ്യതകൾ എടുത്ത് മാറ്റണമേ, ഇവരുടെ പ്രതിസന്ധികൾ എടുത്ത് മാറ്റണമേ എന്നെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് കർത്താവ് ഒരു പ്രത്യേക പ്രചോദനം. അതിതായിരുന്നു, ഈ കുടുംബം ഒരു കൊലപാതകത്തിന് ഉത്തരവാദിയാണ്. അപ്പൊ എനിക്ക് ഇത് ഉള്ളത് തന്നെയാണോ ചോദിച്ചിട്ട് അർത്ഥമായി പോയെങ്കിലോ ഞാൻ പേപ്പർ എഴുതി. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്റെ മനസ്സിലേക്ക് മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തി തന്നത്. അതെന്താണ്? ഈ കുടുംബത്തിലെ മൂന്നാമത്തെ വ്യക്തി. ഞാൻ അത് പേപ്പർ എഴുതി. ഇവര് ഒരു 10 മണിയായപ്പോൾ കയറി വന്നു. അവരോട് ചോദിക്കാൻ പറ്റുമോ, നിങ്ങൾ ഇവരെ കൊന്നിട്ടുണ്ടോ? ചോദിക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ ചോദിച്ചില്ല. ഞാൻ അവരെ ഇരുത്തിയിട്ട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ എത്ര മക്കളുണ്ട്? അവർ പറഞ്ഞു, ഞങ്ങൾ 5 പേര്. അതിൽ നിങ്ങൾ എത്രാമത്തേതാണ്? അവർ പറഞ്ഞു, ഞാൻ 3ാമത്തേതാണ്. എനിക്ക് കിട്ടിയ സമയത്ത് കറക്റ്റാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ചേട്ടനും അനിയന്മാരും തമ്മിൽ സ്നേഹത്തിലാണ് ജീവിക്കുന്നത്? അപ്പൊ അവരെന്നോട് പറഞ്ഞു, അച്ഛാ, അതൊരു വലിയ കഥയാണ്. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം ഞങ്ങളുടെ സഹോദരങ്ങൾ തമ്മിൽ സ്വത്തിനെ പ്രതി ഒരു അടിയുണ്ടാകും. അടിയുണ്ടാകുന്ന സമയത്ത് എന്റെ മകൻ ഈ വഴക്കിനടിയിലേക്ക് കയറി വന്നു. ഇതാ എന്റെ അനിയനിൽ കമ്പിപിടി വെച്ച് ഒറ്റയടി ഇരിക്കിട്ടടിച്ചു. അത് കൊണ്ടത് എന്റെ മകളുടെ തലക്കിട്ടായി. തല കീറിപ്പോയി, അവൾ മരിച്ചു. മകൾ മരിച്ചു. കൊലപാതകത്തിന് ഉത്തരവാദി ആരാണ്? ഇവരാണോ? അല്ല. ആരാണ് ഉത്തരവാദി? ആരാ ഉത്തരവാദി? അനിയനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, അനിയൻ ചെയ്ത കൊലപാതകത്തിന് ഇവർക്കൊക്കെ ഉത്തരവാദം പറ്റും. പരിശുദ്ധാത്മാവിനും കർത്താവിനും തെറ്റിപ്പോയതായിരിക്കും. ഈ കമ്പ്യൂട്ടറിലൊക്കെ മാറിപ്പോയത്, മൊത്തത്തിൽ കമ്പ്യൂട്ടർ കാണും, മാറിപ്പോയതായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാ നിങ്ങളുടെ സ്ഥിതി ഇതാണെങ്കിൽ നിങ്ങളുടെ അനിയന്റെ സ്ഥിതി എന്താണ്? ഉടനെ അവര് പറഞ്ഞു, അനിയന് വലിയ തകർച്ചകളായിരുന്നു, വലിയ പ്രയാസങ്ങളായിരുന്നു. അവസാന പ്രയാസങ്ങളെല്ലാം മുഖത്ത് നികക്കമില്ലാതെ വന്നപ്പോൾ അവരൊരു ധ്യാനം കൂടെ പോയി. ആ ധ്യാനത്തിൽ വെച്ച് ഇതാ അവിടുത്തെ അച്ഛൻ അവരെ വിളിച്ചിരുത്തി പ്രാർത്ഥിച്ചിട്ടിങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒരു വലിയ മാരകമാണ് ചെയ്തിട്ടുണ്ട്. ഈ പാപം നിങ്ങളോട് ദൈവം ക്ഷമിക്കണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെന്നാൽ ചേട്ടന്റെയും ചേട്ടത്തിയുടെയും കാൽപാദം തൊട്ട് മാപ്പി കൊടുക്കും. ധ്യാനം കഴിഞ്ഞു
അനിയത്തി കാര്യം ചേട്ടാ പറഞ്ഞു, അച്ഛാ പോകേണ്ടവർ കൂടി ഒരു നിന്നവനുണ്ടായിരുന്നു. അവൻ ക്ഷമതപ്പെട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. സാധാരണയായിട്ട് ലാസറിന്റെയും തലവാന്റെയും ഉപമ കാര്യങ്ങൾക്കെതിരായിട്ട് പ്രസംഗിക്കാൻ വേണ്ടി അച്ഛന്മാർ ഉപയോഗിക്കുന്ന ഒരു വചനമാണ്. എന്നാൽ ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഇതിന് മറ്റൊരു അർത്ഥമാണ് എനിക്ക് മനസ്സിലായി. അവന്റെ പരിപാടിക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. ഇതാ ഒരു മനുഷ്യന് കാരണത്തായിരുന്നു. പാപമാണോ കാശുള്ളത്? അല്ല, നമ്മുടെ ഇതൊക്കെ കാര്യം. അവൻ വസ്ത്രം ധരിച്ചിരുന്നു. അത് നല്ല ഡീസന്റ് ആയിട്ടുള്ള വസ്ത്രമാണ്. നല്ല വസ്ത്രം ധരിക്കുന്നത് പാപമാണോ? ആണോ? അല്ല. പിന്നെ അവന്റെ ശരീരം സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. നല്ല ഭക്ഷണം കിട്ടിയാൽ നല്ല ഭക്ഷണം കഴിക്കും. നല്ല ഭക്ഷണം കഴിക്കുന്നത് പാപമാണോ? ആ, അതൊരു പാപമായി എനിക്ക് തോന്നുന്നു. അവന്റെ പരിപാടിയിൽ സ്വന്തം വീടിന്റെ വാക്കിൽ ലാഭം ഒരു മനുഷ്യനെ കിടത്താൻ ചോദിച്ച നല്ലതായിരിക്കണം. എനിക്ക് ആ മനുഷ്യനെ അങ്ങനെയാണ് തോന്നുന്നു. നമ്മുടെ വീടിന്റെ വാക്കിൽ പോയിട്ട് ഗെയിറ്റിന്റെ വാക്കിൽ പോയിട്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി ചെയ്യാൻ ഒരു പാവപ്പെട്ട ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. ഒരു രോഗി ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. ഒരിക്കൽ 8 രോഗികൾക്ക് വേണ്ടിയിട്ട് തൂത്തുക്കുടി പള്ളിയിലേക്ക് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ 8 രോഗികൾ ആയിട്ടുള്ള വ്യക്തികളെല്ലാം വിവരമായി അത് എന്നിട്ടാണ് ആ സംഘടന എന്നിട്ടാണ് അപ്പൊ ആ സംഘടനയുമായിട്ട് ബന്ധപ്പെടാനായപ്പോൾ ഞാനവരെ പള്ളിയിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ അവർ പള്ളിയിൽ വന്ന് ധ്യാനിക്കാൻ ഏകദേശം 20 പേരോളം 20 പേരും എഴുത്തുരോഗികളാണ്. നമ്മുടെ പള്ളിയിൽ ആരോടും ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കൂടെ പുറത്താക്കി. എന്തായാലും ധ്യാനം കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു, എല്ലാവരും തിരിച്ച് ജീപ്പൊക്കെ പോയി. ജീപ്പൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ജീപ്പുകാരോട് പറഞ്ഞു, ഇതാ ഇവര് 7 രോഗികളാണ്. പുള്ളിക്കാരൻ ഞെട്ടി. പോയി കഴിഞ്ഞ് വന്ന് ജീപ്പ് വൃത്തിയാക്കി, എല്ലാവരും വൃത്തിയാക്കി, പാത്രങ്ങൾ ദൂരത്തിന് കഴുകി, ആകെപ്പാടെ കുറേ ദിവസത്തിന് ആളുകളുടെ പള്ളിയിൽ പോകുന്നു. അങ്ങനെ ഇറങ്ങി. ഇതാ പണ്ടത്തെ കാലത്ത് കുറ്റരോഗിയോടുള്ള നിലപാട് ഇത് തന്നെയായിരുന്നു നമ്മൾ പഠിപ്പിക്കുന്നത്. പാമ്പാടിയിലൊരു 7 രോഗി ആയ ഒരു കുട്ടിയെ ഒരു സ്കൂളിൽ പഠിപ്പിച്ചതിന് രക്ഷിതാക്കൾ മുഴുവനും ആ സ്കൂളിൽ എതിരായിരുന്നു. ഇന്നും കുഷ്ഠരോഗിയെ പോലെയുള്ള മനുഷ്യരോട് ആളുകൾക്ക് എതിർപ്പാണ്. അപ്പോൾ ഒരു ധനവാന്റെ വീടിന്റെ വാതിക്കൽ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കിടക്കാൻ അനുവദിച്ച് ഈ മനുഷ്യൻ എത്രയോ നല്ലവനാണ്. അവന്റെ ശരീരം ഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീടിരുന്നുകൊണ്ട് വിശപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചു. കേട്ടോ, ധനവാന്റെ വീട്ടിൽ നിന്ന് വീടിന്റെ ഭക്ഷണം കൊണ്ടാണ് ലാസർ കഴിയുന്നത്. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. കേട്ടോ, ധനവാന്റെ വീട്ടിൽ എന്ത് കാണും? അത്യാവശ്യമായ കാണാം. ഇതിനെ നമ്മള് ആരെങ്കിലും തുടിക്കാറുണ്ടോ? ഇല്ല. നമ്മളിന്ന് നായ്ക്കൊടുക്കുന്ന ഭക്ഷണസാധനം എന്തൊക്കെയാണ്? എന്തെല്ലാം നല്ല സാധനങ്ങൾ ഇവിടെ ചൂടായതുകൊണ്ടാണ് പട്ടിയെ കാണുന്നില്ല. നാട്ടില് ഇതിന്റെ കളിയാണ്. കുറെ ദിവസം മുമ്പ് ഞാൻ ജിമാർട്ടിൽ അവിടെ കയറി കഴിഞ്ഞപ്പോൾ നായ്ക്കൾ കഴിക്കാൻ പറ്റിയിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചു. അപ്പോ ഞാൻ നോക്കിയപ്പോൾ ഇതിനവിടെ എല്ലാ വൈദ്യനും ഉണ്ട്. അപ്പോ ഡോക്ടർ പറഞ്ഞു, ഞങ്ങളുടെ അമ്മയ്ക്ക് ഏതാണ്ട് വൈദ്യത്തിലെല്ലാം കുറവുണ്ട്, അതെല്ലാം നോക്കി ഈ പാക്കറ്റ് കണ്ടു. ഉടനെ ഞാൻ തിരിച്ചു പറഞ്ഞ് നോക്കിയിട്ട് ഈ പാക്കറ്റ് ഡോക്ടർ എടുത്ത് കൈ പിടിച്ചു. ഉടനെ എന്റെ കൂടെ പോയി പയ്യ നോക്കി എന്റെ ഇത് പട്ടിക്കുള്ളതാണ്, അമ്മയ്ക്കുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ വൈദ്യവിനും ഇതിനകത്തുണ്ട്, അതുകൊണ്ട്
ഇതാ ലാസറിന്റെ മുറിവുകളെ ഇതാ ചുംബിക്കാനും കഴുകാനും അനുവദിക്കുന്ന ധനമാണ്. എത്രയോ നല്ല മനസ്സിലാണ്. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവരെ അബ്രഹാമിന്റെ മടിയിലേക്ക് സമ്മതിച്ചു. അബ്രഹാം ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായിരുന്നു. ഇഷ്ടംപോലെ കാലത്ത് ഇഷ്ടംപോലെ മൃഗങ്ങൾ കന്നുകാലികളുള്ള ഒരു നല്ല ധനവാനായ മനുഷ്യനായിരുന്നു അബ്രഹാം. അബ്രഹാം സ്വർഗത്തിൽ. അതുകൊണ്ട് ധനവാന്മാരാരും പേടിക്കേണ്ട. എന്ത് ചെയ്യാം? അബ്രഹാമിനെ പോലെ നല്ലവരായി ജീവിച്ചെന്ത് ചെയ്യാം? എല്ലാ ധനവാന്മാർക്കും സ്വർഗത്തിൽ കയറാം. സാധാരണയായിട്ട് പിരിവിന് മുമ്പ് പറയുന്ന ഉപമയാണ്. അപ്പോൾ നമ്മൾ ആരും പേടിക്കേണ്ടതാണ്. കാര്യം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, സ്വർഗത്തിൽ കയറാം. പിന്നെ ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ഇവിടെ അബ്രഹാമിന്റെ മടി, ഒരു ധനവാന്റെ മടിയിൽ ഒരു ദരിദ്രനെ ഇരിക്കുന്നു. ഇതാ ഈ പറഞ്ഞ ധനവാൻ നരകത്തിൽ വഹിച്ചു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയണമേ. തന്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാമം തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രഹാം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകൾ. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പൊ സുഖസൗകര്യങ്ങളുള്ളവരെല്ലാം നരകത്തിൽ പോകും. അങ്ങനെയാണെങ്കിൽ ആദ്യം നരകത്തിൽ പോകാനായിട്ട് സാധ്യതയുള്ള ആരാണ്? തിരുമേനിമാരാണ്. കാരണം എല്ലാം സൗകര്യമുള്ളതെല്ലാം. പിന്നെ ആരാ പോകുന്നത്? ബാക്കി എല്ലാവരും അംഗീകരിക്കുന്ന അച്ഛന്മാരാണ്. ഓരോ അച്ഛന്മാരുണ്ടായിരുന്നു. പിന്നെ ബാക്കി ആരാണ്? അച്ഛന്മാരുടെ പോലെ രാഘവത്തിൽ ആര് പോകേണ്ടി വരും? കമ്പനിക്കാർ പോകും. കമ്പനിക്കാർ പോലെ നമ്മളെ കൂടെ പോകാൻ നമ്മൾ നരകത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ സുഖസൗകര്യങ്ങളുള്ളവരെല്ലാം നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വിശേഷമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ വായിക്കാം. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഇതാ അബ്രഹാം വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ വലിയൊരു കുഴിയുണ്ട്. ഇവിടെ ഭൂമിയിൽ ഒത്തിരി കുഴികളുണ്ട്. ഭൂമിയിൽ ഒത്തിരി കുഴികൾ മനുഷ്യർ കുഴിച്ചിട്ടുണ്ട്. പക്ഷേ സ്വർഗത്തിലായി കുഴി കുഴിക്കുന്നത്. സ്വർഗത്തിൽ മനുഷ്യർക്കും ഇടയിൽ വ്യാപരിക്കുവാൻ വേണ്ടി ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കൺവെൻഷൻ 2ാമത്തെ ദിവസമായി ഇന്നലെ നമ്മുടെ വിളിയെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെ കുറിച്ചുമാണ് നാം മനസ്സിലാക്കിയത്. നമുക്കൊരു വിളിയുണ്ട്, നമുക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. യേശുക്രിസ്തുവാകുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുവാനുള്ള വിളിയും തെരഞ്ഞെടുപ്പുമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തില് എല്ലാ സഭാവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഉണർവിന്റെ അനുഭവങ്ങൾ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പള്ളിയിൽ വന്നാൽ സംഗതിയിൽ ഉണർവില്ല, പ്രാർത്ഥനകളിൽ ചെന്നാൽ ഒരു ഉണർവില്ല. ഉണർവ് പ്രാർത്ഥനകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. മനുഷ്യനെ ഒന്ന് ഉണർത്താൻ വേണ്ടി സത്യത്തിൽ എന്തെല്ലാം